Hi friends, my trading വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് നിലവിൽ നമ്മളൊരു ബൈ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു ബൈ പോയിന്റ് അത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ എൻട്രി പോയിന്റ് ഈ റേഞ്ച് ആയിരുന്നു ബൈ പോയിന്റ്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഈ ഒരു റേഞ്ച് ബൈ പോയിന്റ് കൊടുത്തിരുന്നത്. ഇപ്പം രണ്ടാമത് കൊടുത്ത ബൈ പോയിന്റിന് ഏകദേശം സ്റ്റോക്ക് 11% മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി പുതിയൊരു ബൈ പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചാണ്. നമ്മൾ ആദ്യം ഈ സ്റ്റോക്കിനകത്ത് കൊടുക്കുന്ന ബൈ പോയിന്റ് ഇതായിരുന്നു, അതിൻ്റെ ആവറേജിങ് പോയിന്റ് ഇതായിരുന്നു, സ്റ്റോപ്പ് ലോസ് ഇതായിരുന്നു. പിന്നീട് നമ്മളതിനകത്ത് രണ്ടാമത് കൊടുത്ത ബൈ പോയിന്റ് ഇതായിരുന്നു, ആവറേജിങ് പോയിന്റ് ഇതായിരുന്നു, ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന റേഞ്ചാണ്. സ്റ്റോപ്പ് ലോസ് ഇതാണ്. രണ്ടാമത്തെ ആവറേജിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. നമ്മളിപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന റേഞ്ച് നമുക്ക് ആവറേജ് ചെയ്യാനാണ്. അതിന് സ്റ്റോപ്പ് ലോസ് ഈ ഒരു മാർക്കിംഗ് റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുക്കാവുന്നതാണ്. ഈ ഒരു റേഞ്ചിന് താഴത്ത് ക്ലോസ് ചെയ്താൽ മാത്രം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇഷ്ടമാകത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഈ റേഞ്ചായിരുന്നു നമ്മൾ ബൈ പോയിന്റ് ആദ്യത്തെ വീഡിയോ കൊടുത്തിരുന്നത്. രണ്ടാമത്തെ വീഡിയോ ഈ ഒരു റേഞ്ചായിരുന്നു ബൈ പോയിന്റ് കൊടുത്തത്. ഇപ്പോൾ മൂന്നാമത് ഇതാണിപ്പോൾ ലാസ്റ്റ് വന്ന ബൈ പോയിന്റ് ഏരിയ. അടുത്ത സ്റ്റോക്ക് വിപ്രോയാണ്. വിപ്രോയുടെ ആദ്യത്തെ നമ്മൾ വീഡിയോ കണ്ടാൽ അറിയാം, ഈ ഒരു റേഞ്ചാണ് ബൈ പോയിന്റ് കൊടുത്തത്. ഈ ഒരു റേഞ്ച് ആവറേജിങ് ഇതായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസും. ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്ത ബൈ പോയിന്റ് ഈ ഒരു റേഞ്ചും ആവറേജിങ് ഈ ഒരു റേഞ്ചും ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നിലവിൽ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ബൈ പോയിന്റിലാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ആവറേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനിയിപ്പം അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. ഏകദേശം നമ്മൾ ഈ ഒരു റേഞ്ചിലായിരുന്നു ഇതിന് എൻട്രി കൊടുത്തിരുന്നത്. ആദ്യത്തെ എൻട്രി പോയിന്റ് ഇതായിരുന്നു അതിൻ്റെ ആവറേജിങ്. ഇതായത് ഈ ഒരു റേഞ്ചായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഏകദേശം ഈ ബൈ പോയിന്റിൽ നിന്ന് 23% മൂവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പുതിയൊരു ബൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ചാണ്. ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഒരു ബൈ പോയിന്റ് ഏരിയയാണ്. നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു ആവറേജിങ് റേഞ്ചായിട്ട് ഈ ഒരു റേഞ്ച് എടുക്കാവുന്നതാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് അതിൻ്റെ പുതിയ ബൈ പോയിന്റ്. ഈ ഒരു റേഞ്ച് ആവറേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു റേഞ്ച് സ്റ്റോപ്പ് ലോസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്ക് ഈ ഒരു റേഞ്ചിന് താഴത്ത് ക്ലോസ് ചെയ്താൽ മാത്രം നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാകത്തുള്ളൂ. ഈ സ്റ്റോക്ക് എന്തായാലും നമ്മൾ നിലവിൽ കൊടുത്തൊരു എൻട്രി പോയിന്റ് ഇതാണ്. നിലവിൽ ആ ഒരു എൻട്രി പോയിന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആവറേജ് പോയിന്റ്, ഇതതിൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പം നിലവിൽ ആ ഒരു റേഞ്ച് തന്നെയാണ്. അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ബൈ പോയിന്റ് ഈ ഒരു റേഞ്ചാണ്. അതിൻ്റെ ഒരു ആവറേജിങ് റേഞ്ച് ഇതാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നത് ഈ ഒരു റേഞ്ചാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ എൻട്രി പോയിന്റിന് ഏകദേശം ഒരു 11% മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുതിയൊരു ബൈ പോയിന്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്. ഏകദേശം ഈ ഒരു റേഞ്ചാണ് പുതിയ ബൈ പോയിന്റ്. ആവറേജിങ്ങിന് നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചാണ് പുതിയ ബൈ പോയിന്റ്. ഇതാണ് ഇതിൻ്റെ ആവറേജിങ്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ ബൈ പോയിന്റ് ഈ ഒരു റേഞ്ചാണ്. ആവറേജിങ് ഈ ഒരു റേഞ്ചിൽ എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചാണ്. ഇതിന് താഴത്ത് ക്ലോസ് ചെയ്താൽ മാത്രം സ്റ്റോപ്പ് ലോസ് കിട്ടാകത്തുള്ളൂ. നമുക്കപ്പോൾ അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. നിലവിൽ അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പഴയ റേഞ്ചിൽ തന്നെയാണ്. ഇതാണ് ബൈ പോയിന്റ്. ഇത് ആവറേജിങ് റേഞ്ച്. ഏകദേശം ബൈ പോയിന്റിന് ആവറേജിങ് പോയിന്റ് ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പം നിലവിൽ ആ പഴയ നമ്മൾ കൊടുത്ത റേഞ്ച് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ട്രേഡ് നടക്കുന്നത്. അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. റിലയൻസ് ആണ്. റിലയൻസിലും നമ്മൾ ഈ ഒരു റേഞ്ചാണ് എൻട്രി കൊടുത്തിരുന്നത്. ആദ്യത്തെ ബൈ പോയിന്റ് ഈ ഒരു റേഞ്ച് ആവറേജിങ്ങും ഈ ഒരു റേഞ്ചിന് താഴത്ത് ക്ലോസ് ചെയ്ത സ്റ്റോപ്പ് ലോസും നിലവിൽ ആ റേഞ്ച് തന്നെയാണ് റിലയൻസിലും. നമുക്ക് അടുത്തായിട്ട് നിഫ്റ്റിയുടെ ഒരു വ്യൂ നോക്കാം. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നിഫ്റ്റിയുടെ വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചാണ് നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് നിലവിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് മാറും. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിൽ സ്റ്റിക്കിന് മേളിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ച് ആയിരിക്കും. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന് താഴത്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത്
റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഈ റേഞ്ച് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിലവിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ നിലവിൽ നമ്മൾ ഈ ഒരു റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ റെസിസ്റ്റൻസിന് താഴത്താണ് ട്രേഡ് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടും ഇതൊരു സപ്പോർട്ടായിട്ടും കരുതാം. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ചാണ്. അതിനുശേഷം ഒരു റെസിസ്റ്റൻസ് ഉള്ള ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ നിലവിൽ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ജസ്റ്റ് ഒരു വ്യൂ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുന്നതാണ്. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ പേര് വെൽത്ത് ആൻഡ് ഹെൽത്ത് ഐഡിയാസ് എന്നാണ്. 38,000-ലധികം മെമ്പർമാരുള്ളൊരു ഗ്രൂപ്പാണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാൻ പ്രാപ്തിയുള്ള പരിചയസമ്പന്നരായ നിരവധി മെമ്പേഴ്സുമുള്ളൊരു വലിയൊരു ഗ്രൂപ്പാണ്. ഏകദേശം അതിനൊരു ലൈബ്രറി ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ടെക്നിക്കൽ ക്ലാസ്സുകൾ, പലതരത്തിലുള്ള കമ്പനികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ, അങ്ങനെ നിരവധി സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള ഒത്തിരി കണ്ടൻറ്റുള്ളൊരു ലൈബ്രറിയും കൂടിയാണ് അവർക്കുള്ളത്. അപ്പം ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കും ലൈബ്രറിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതാണ്.